അപ്പോൾ പഠിച്ചു തുടങ്ങാം. നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഡിറ്റർമിനൻസ്, അല്ലെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് എന്ന് പറയാം. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ച അല്ലെങ്കിൽ ഇതിനു മുമ്പ് പഠിച്ച മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, ഈ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പകുതിയാണ് അല്ലെങ്കിൽ അതിന്റെ ബാക്കിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കൊരു മെട്രിക്സ് തരും. ഈ മെട്രിക്സിനെ നമ്മൾ ഒരു നമ്പറിലേക്ക് മാറ്റുവാണെങ്കിൽ എന്താണ്, ഈ മെട്രിക്സിനെ നമ്മളൊരു നമ്പറിലേക്ക് മാറ്റുവാണ്. ആ വലിയ മെട്രിക്സിനെ ഒറ്റ നമ്പറായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണ്. ആ നമ്പറിനെ പറയുന്ന പേരാണ് ഡിറ്റർമിനന്റ്. കേട്ടല്ലോ, ഈ ഒരു വലിയ മെട്രിക്സിനെ നമ്മളൊരു നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ നമ്പറിനെ പറയുന്ന പേരാണെന്ത്, ഡിറ്റർമിനന്റ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, നമുക്ക് എല്ലാ മെട്രിക്സുകളെയും നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന്? ഇല്ല, ഒരിക്കലും എല്ലാ മെട്രിക്സുകളെയും നമുക്ക് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സ്ക്വയർ മെട്രിക്സുകളെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടല്ലോ, സ്ക്വയർ മെട്രിക്സുകളെ മാത്രമേ നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ, നമ്പറിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഡിറ്റർമിനൻസിനെ കുറിച്ചാണ്. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എന്തായിരുന്നു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു മെട്രിക്സിന്റെ റോയും കോളവും ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, സ്ക്വയർ മെട്രിക്സ്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് അല്ലേ? എത്ര റോ ഉണ്ട്? 1, 2. എത്ര കോളം ഉണ്ട്? 1, 2. അതായത് ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതായത് റോയും കോളവും ഈക്വൽ ആണെങ്കിൽ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. വേറൊരെണ്ണം പറയാം, ബി ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8, 9. എടാ, ഇവിടെ എത്ര റോ ഉണ്ട്? 1, 2, 3. 1, 2, 3. 3 റോയും ഉണ്ട്, 3 കോളവും ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഈ 4x4 ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. 5x5 ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, സി ഈക്വൽ ടു വെറുതെ ഒരു നമ്പർ എഴുതുവാണ് 5. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതും ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. എത്ര റോ ഉണ്ട്? 1 റോയും 1 കോളവും. അപ്പോ ഇങ്ങനെ സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഡിറ്റർമിനന്റ് പറയാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതുവാണ്, എ ഈക്വൽ ടു 1, 2, 3, 4, 5, 6. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണോ? അല്ല. ഇതിന്റെ റോസും കോളംസും ഈക്വൽ അല്ല, അല്ലെങ്കിൽ ഇത് സ്ക്വയർ മെട്രിക്സ് അല്ല. അതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമുള്ളതാണ്. എന്താണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി? ആർക്ക് മാത്രമുള്ളതാണ്? സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമുള്ളതാണ്. ഇനി എന്താണ് സ്ക്വയർ ഡിറ്റർമിനന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വലിയ മെട്രിക്സിനെ നമ്മളൊരു നമ്പറിലേക്ക് മാറ്റി എഴുതും. എന്താണ്? ഈ ഒരു വലിയ മെട്രിക്സിനെ നമ്മളൊരു നമ്പറിലേക്ക് മാറ്റി എഴുതും. അതിനെ പറയുന്ന പേരാണ് ഡിറ്റർമിനന്റ്. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ മെട്രിക്സ് തരും. ആ മെട്രിക്സിനെ നിങ്ങളൊരു നമ്പറിലേക്ക് മാറ്റി എഴുതുവാണ്. ആ നമ്പറിനെ പറയുന്ന പേരാണ് ഡിറ്റർമിനന്റ്. ഇനി എല്ലാത്തിനും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് 1x1 മെട്രിക്സിന് കണ്ടുപിടിക്കാം, 2x2 മെട്രിക്സിന് കണ്ടുപിടിക്കാം, 3x3 മെട്രിക്സിന് കണ്ടുപിടിക്കാം, 4x4ഉം 5x5 ഒക്കെ കണ്ടുപിടിക്കാം. പക്ഷെ ഒരു സാധാ മെട്രിക്സിന് അല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സ് അല്ലാത്തതിന് നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ തുടങ്ങാം, ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ 1x1 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ്. എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ നമുക്ക് പഠിക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡിറ്റർമിനന്റ് ഓഫ് 1x1 മെട്രിക്സ് ആണ്. അതായത് ഒരു റോയും ഒരു കോളവും മാത്രമുള്ള മെട്രിക്സ്. ഇപ്പൊ എ എന്നും പറഞ്ഞൊരു മെട്രിക്സ് ഞാൻ എഴുതുവാണ്. ഇങ്ങനെ വെറുതെ നേരത്തെ പറഞ്ഞ പോലെ 5. ഇതിന് ഒരു റോയും ഒരു കോളവും മാത്രമേ ഉള്ളൂ. ഇതങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ പണ്ടെങ്ങോ ഒരു മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇങ്ങനത്തെ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഇപ്പൊ വിട്ടുകളയാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാത്രം പറയുന്നു. അതായത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഡിറ്റർമിനന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ എഴുതി അപ്പുറത്തും ഇപ്പുറത്തും 2 വരെ. ഇത് വായിക്കേണ്ടത് മോഡ് എ എന്നല്ല, എന്ത് വായിക്കണം? ഡിറ്റർമിനന്റ് എ. കേട്ടല്ലോ, ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം
ഈ മെട്രിക്സിനെ മാറ്റി ഇതിന്റെ അകത്ത് നമ്മൾ ഈ 5 ഇടും. ഈ 5 മാത്രം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ 5ന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനാണ്. ഈ 5ന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു നമ്പറാണുള്ളെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. അതായത് ഈ a = 5 എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഒരു എലമെന്റ് മാത്രമുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്. ഇനി നോക്കിയേ, b = ഞാൻ പറയുവാണ് b = 8 ഒരു നമ്പറാണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ത് വരും? ഇപ്പൊ ഡിറ്റർമിനന്റ് b = ഡിറ്റർമിനന്റ് അകത്ത് 8 ഒരു എലമെന്റ് ആണെങ്കിൽ അത് തന്നെയാണ് ആൻസർ. എടാ പിന്നെ എല്ലാവരും തെറ്റിക്കുന്ന ഒരു സെഷനാണ് ഇത്. നോക്കിയേ, ഇപ്പൊ ഞാൻ c = മെട്രിക്സിന്റെ അകത്ത് -7, ഇതൊരു എലമെന്റ് മാത്രമുള്ള ഒരു മെട്രിക്സ് അല്ലേ. ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ ഡിറ്റർമിനന്റ് c = ഡിറ്റർമിനന്റ് -7 = ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് കഴിഞ്ഞിട്ട് മിക്കവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇത് മോഡുലസ് ആണെന്നും പറഞ്ഞ് ഇതിന്റെ അകത്ത് നെഗറ്റീവ് വന്ന കാരണം ആ നെഗറ്റീവ് മാറ്റി പ്ലസ് എഴുതി വെക്കും. ഇത് മോഡുലസ് ആണോ? അല്ലടാ, ഇത് ഡിറ്റർമിനന്റ് ആണ്. ഒരു എലമെന്റ് ഉള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ഇതിന്റെ അകത്ത് എന്താണോ അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ -7ന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ -7 തന്നെയാണ്. തെറ്റിച്ച് കളയരുത് കേട്ടല്ലോ. 1/1 മെട്രിക്സിന്റെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? എന്താണോ അതിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള എലമെന്റ് അത് തന്നെയാണ് അതിന്റെ ഡിറ്റർമിനന്റ്. ഇത് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ഇതങ്ങനെ അധികം ചോദിക്കാറുള്ളതല്ല. ചോദിക്കാറുള്ളത് 2/2 3/3 ആണ്. അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമെന്നാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടം മുതലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ശ്രദ്ധിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നോക്കിയേ, എ എന്നും പറഞ്ഞൊരു മെട്രിക്സ് തരും നിങ്ങൾക്ക്. a = ഇങ്ങനെയാണ് 1 2 3 4. ഇത് മെട്രിക്സ് അല്ലേ? നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഇത് 2/2 മെട്രിക്സ് ആണ് അല്ലെ, 2 എലമെന്റുകൾ ഉള്ളതാണ്. അപ്പൊ ഡിറ്റർമിനന്റ് a = 2 അപ്പുറത്തും ഇപ്പുറത്തും വരയിട്ടിട്ട് എഴുതിയാൽ വായിക്കേണ്ടത് ഡിറ്റർമിനന്റ്. ഇനി ചിലപ്പോൾ അവർ ഇങ്ങനെ തരാതെ ഇങ്ങനെ 1 2 3 4 എന്നൊരു വരയിട്ടിട്ട് തരും. അപ്പോഴും ഇതിന്റെ അർത്ഥം ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇങ്ങനെ 2 എലമെന്റുകൾ അല്ലെങ്കിൽ 2 റോയും 2 കോളവുമുള്ള ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ABCD ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ എടാ ആദ്യം ഇങ്ങനെ ഗുണിക്കണം. ആദ്യം ഫസ്റ്റ് ഇങ്ങനെ തന്നെ ഗുണിക്കണം കേട്ടല്ലോ. എയും ഡിയും കൂടി ഗുണിക്കണം, AD. ഇനി രണ്ടാമത് ഇങ്ങനെ ഗുണിക്കണം, രണ്ടാമത് മേളിലേക്ക് ഇങ്ങനെ രണ്ടാമത്, അത് ഏതാണ്? CB. ഇത് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഇങ്ങനെ ഗുണിച്ച് AD എഴുതി കുറയ്ക്കണം CB. കേട്ടല്ലോ, ഇതാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം. മൈനസ് ആണ്, പ്ലസ് അല്ല. കേട്ടല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞേ, ഇതേ നോക്ക, 1 × 4 ആദ്യം ചെയ്യണം, മൈനസ് അടുത്ത എന്താ ചെയ്യേണ്ടത്? 3 × 2 ചെയ്യണം അല്ലടാ. അതെ, 1 × 4 ചെയ്തു, ആദ്യം മൈനസ് 3 × 2 ചെയ്യണം. പറഞ്ഞേ, 1 × 4 എത്രയാണ്? 4 മൈനസ് 3 × 2 എത്രയാണ്? 6. 4 ൽ നിന്ന് 6 കുറച്ചാൽ ആൻസർ എത്ര വന്നു? -2 എന്ന് വന്നു. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പമല്ലേ? ഇതേ വേറെ ഒന്നും നോക്കിയേ, b = 5 8 3 1. ആൻസർ എത്ര വരും? പറഞ്ഞേ. മോഡുലസ് അല്ല, മോഡുലസ് ഇങ്ങനെ പറയരുത്, തെറ്റും കേട്ടല്ല. ഡിറ്റർമിനന്റ് b = എന്താണ്? 5 8 3 1. കണ്ടുപിടിക്കാം. എങ്ങനെയാ പറഞ്ഞത്? ആദ്യം ഇങ്ങനെ കുടിക്കണം അല്ലടാ. 5 × 1 മൈനസ് ഇട്ടു. പിന്നെ എങ്ങനെ കുടിക്കാം? ഇതിങ്ങനെ 8 × 3. അപ്പൊ ആൻസർ എത്ര വന്നു? 5 × 1 5 ആണ്, മൈനസ് 8 × 3 എത്രയാണ്? 24. 5 ൽ നിന്ന് 24 കുറച്ചാൽ ബാക്കി എത്ര വരും? -19 എന്ന ആൻസർ വരും. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പമല്ലേ? ഇത് വേണമെങ്കിൽ ഒരെണ്ണം കൂടി നോക്കിയേ. C = മെട്രിക്സ് 5 2 3 4 കണ്ടുപിടിക്കാം. അപ്പൊ ഡിറ്റർമിനന്റ് C = നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 5 2 3 4. എങ്ങനെ എഴുതാം? പറഞ്ഞേ. 5 × 4 എത്രയാടാ? 20 മൈനസ് 3 × 2 എത്രയാടാ? 6. 20 ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാണ്? 14. എളുപ്പമല്ലടാ, ഭയങ്കര എളുപ്പമല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഒരു 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ്? ഇത് ഇങ്ങനെ ക്രോസ് ചെയ്യുക, മൈനസ് ഇങ്ങനെ ക്രോസ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമാണ്. ഇതാണ് 2/2 മെട്രിക്സ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം.